Good morning, all of you. Good morning, all of you. അപ്പൊ നമുക്ക് ഇന്ന് കാട് എന്ന പാട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ആ പാഠം അല്ലേ? പാഠം 6 കാട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഓക്കെ, എന്തൊക്കെയാ പഠിച്ചത്? അരയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകളമൊഴുകുന്നരുവികളുണ്ട്, പാറി നടക്കും കിളികളുമുണ്ട്. അല്ലേ? എല്ലാരും പാടി നോക്കിയിട്ടുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന്? ഇനി അടുത്ത ലൈൻ എന്നാ? ഓക്കെ. ഓടിച്ചാടും മാനുകളുണ്ട്, ചീറിപ്പായും പുലിയതുമുണ്ട്, ജടതൂക്കും മൃഗരാജനുമുണ്ട്, കാണാം ദൂരെ കാടിതു വീട്. അല്ലേ? കാടിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? കാട്ടിൽ ആരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്? അരയാലുണ്ട്, പേരാലുണ്ട്, നാനാജാതി മരങ്ങളുണ്ട്, പിന്നെന്തുണ്ട്? കളകളം ഒഴുകുന്ന അരുവികളുണ്ട്. അല്ലെ? ചെറിയ ചെറിയ അരുവികളുണ്ട്. പിന്നെന്തുണ്ട്? പാറി നടക്കുന്ന കിളികളുണ്ട്. പിന്നെയോ ഓടിച്ചാടും മാനുകളുണ്ട്, ചീറിപ്പായുന്ന പുലിയുണ്ട്, പിന്നെന്തുണ്ട്? ജടതൂക്കും മൃഗരാജനുണ്ട്. അല്ലെ? മൃഗങ്ങളുടെ രാജാവായ, കാട്ടിലെ രാജാവായ ആര്? കേൾക്കുന്നില്ലേ മക്കളെ? യെസ്. അപ്പോ രാജാവായ ആര്? സിംഹം. അല്ലെ? മൃഗരാജൻ, സിംഹവും ഉണ്ട്. അപ്പൊ എന്താ? കാണാം ദൂരെ കാടിത് വീട്. ഇവരെല്ലാരും ചേർന്ന് കാടും വീട് പോലെ അവര്, അല്ലെ, വീട് പോലെയാണ് കഴിയുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. അതിന് ശേഷം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അരയാൽ, പേരാൽ, അരുവി, കിളി, മാൻ, പുലി, മൃഗരാജൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടിയ എന്ത്? അവയുടെ വീടാണ് ഏത്? കാട്. അല്ലെ? അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം നമ്മള് അടുത്ത പേജ് ഏതാ? എല്ലാവരും ശ്രദ്ധിക്കടേ. 23, പേജ് നമ്പർ 23. എന്താണ്? വൃക്ഷം. അല്ലെ? എന്താ വായിക്കുക? അത് മരം. അല്ലെ? അതെന്താ വായിക്കുക? വൃക്ഷം. വൃക്ഷം വായിക്കാൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ അതിന്റെ കോളത്തില് എന്ത് എഴുതാനുണ്ട് നമുക്ക്? വൃക്ഷം എന്നല്ലേ? വായിക്കാം, എഴുതാം എന്നുള്ളടുത്ത് അത് എന്ത് ചെയ്യണം? നമ്മള് വായിച്ചുകൊണ്ട് എഴുതണം. അല്ലെ? എങ്ങനെ എഴുതാം വൃക്ഷം എന്ന്? ആദ്യം എന്ത് എഴുതണം? വാ എഴുതണം. എന്നിട്ട് നമ്മുടെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന ചിഹ്നം എഴുതണം. അല്ലെ? വൃക്ഷം. എന്നിട്ട് ക്ഷ എഴുതണം. കായും ഷായും കൂടെ കൂട്ടി എഴുതണം. അപ്പൊ ക്ഷ. എന്നിട്ടൊരു അനുസ്വാരം ഇടണം. അപ്പൊ എന്താവും? വൃക്ഷം. എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. വൃക്ഷം. ഓക്കെ, എഴുതുന്നുണ്ടല്ലോ? അഫ്രാസേ, ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ്. ഓക്കെ. അപ്പൊ എന്ത് എഴുതണം? ആ തന്നിരിക്കുന്ന കോളത്തിൽ നമ്മൾ വൃക്ഷം എന്ന് എഴുതണം. ഹാദിയ എഴുതിയോ? ഹാദിയ? ഓക്കെ. വൃക്ഷം എഴുതുന്നില്ലേ? ദീക്ഷിതേ, എന്തായി മോനെ? എഴുതുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈപൊക്കണം കേട്ടോ. മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാ. ഓക്കെ. ആ, അൺമ്യൂട്ട് ചെയ്തോ മോള്. ഓക്കെ. അതേപോലെ പെൻസിലോണ്ട് താഴെ എടുത്ത് എഴുതണം. അല്ലെ? ആ കോളത്തില് തന്നിട്ട് കണ്ടോ? താഴെ തന്നെ വൃക്ഷത്തിന് നേരെ താഴെയുള്ള കോളത്തിൽ എന്ത് എഴുതണം? വൃക്ഷം. ഓക്കെ, കറക്റ്റ് എഴുതിയോ? ഫിനിഷ്. ഒരു പ്രാവശ്യം എഴുതാനേ ഉള്ളൂ. വൃക്ഷ അല്ല, അതിന് താഴെ മിസ് പറയാ വൃക്ഷ മാത്രമല്ലേ എഴുതണ്ടൂ. അതായില്ല. നമ്മുടെ ആദ്യത്തെ കോളത്തിലുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം വൃക്ഷം എന്നില്ലേ താഴെ നേരെ കോളത്തിൽ എന്ത് എഴുതണം?
വൃക്ഷം എടുത്ത് എഴുത്. എഴുതിയോ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാഠം എന്താ ഹാദിയ? കുത്തൂത്തിട്ടല്ല, തൊട്ട് മേലെ ഒരു കോളം കണ്ടോ വൃക്ഷത്തിന് താഴെ? ഓക്കെ, അതിന് നേരെ ഇപ്പൊ വൃക്ഷം എഴുതിയത് പോലെ എടുത്ത് താഴെ എഴുതണം. എഴുതിയോ? ഓൾ ഓഫ് യു ഫിനിഷ്? ഓക്കെ, അപ്പൊ എന്നാ രണ്ടാമത്തെ കോളത്തിൽ എന്ത് എഴുതണം നമുക്ക്? പക്ഷി. കുത്തെടുത്ത് പറയണത്രേ മിസ്, പൂരിപ്പിക്കാന്നുള്ളത് പറയണത്രേ. അതിന് തൊട്ട് മേലെയുള്ള കാര്യം ഇപ്പൊ നമ്മൾ എഴുതുന്നത്. വായിക്കാം, എഴുതാം, വായിച്ചിട്ട് എഴുതണം. അപ്പൊ പക്ഷി രണ്ടാമത്തെ കട്ടയിൽ എന്താ എഴുതേണ്ടത്? എന്താ ഷക്ബറ? അൺമ്യൂട്ട് ചെയ്തോ മോളെ. ഓക്കെ, കുത്തൂത്തിന്റെ അടുത്ത് എഴുതി വെച്ചോ? എല്ലാം എഴുതി വെച്ചാ? ഓക്കെ, അതിന് തൊട്ട് മേലെയുള്ള കോളത്തിൽ എഴുതിയോ? ഒന്ന് നേരെ പിടിച്ചേ. ഓക്കെ, താഴത്തെ കമ്പ്യൂട്ടറായിട്ട് അത്ര ക്ലിയർ കിട്ടുന്നില്ല. അവിടെയും എഴുതി അല്ലേ? ഓക്കെ, നല്ലേ, സൂപ്പർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പക്ഷി. മൂന്നാമത്തെ എന്താ വായിക്കുക? എന്താ വായിക്കുക? ക്ഷമ. ഓക്കെ, ക്ഷമ. മൂന്നാമത്തെ എന്താ? ക്ഷമ. വായിച്ചോണ്ട് എഴുതിയേ, ക്ഷമ. ബിയോണ എഴുതുന്നുണ്ടോ? ബിയോണ കിടക്കുകയാണോ? ബിയോണ എഴുതുന്നുണ്ടോ? ഓക്കെ, ക്ഷമ. നെക്സ്റ്റ് നാലാമത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത്? എന്താ അത് വായിക്കുക? അലൻ മ്യൂട്ട്, അൺമ്യൂട്ട്. ഓക്കെ, ഭക്ഷണം. ഭക്ഷണം എഴുതിയ താഴെ ഭക്ഷണം. ഇച്ഛ കണ്ടോ എല്ലാവരും? ഇച്ഛ മനസ്സിലായോ എല്ലാവർക്കും? കായും ഷായും കൂടി എഴുതിയാണ് കൂട്ടി എഴുതിയത് അല്ലേ? ഓക്കെ, പക്ഷ, വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം അല്ലേ? ഓക്കെ, ഫിനിഷ്. അതിന് താഴത്തെ പറയട്ടെ. അപ്പൊ താഴെ, അതിന് താഴെ എന്ത് എഴുതണം? അഫ്രാസ് എഴുതുന്നില്ലേ മോനെ? ആൻഡ്രോസ് എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത ആദ്യത്തെ എഴുതുന്നില്ലേ മോനെ? ഓക്കെ, നെക്സ്റ്റ് താഴെ എന്താ? വൃക്ഷം അല്ലേ? ഡേഷ് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് പൂരിപ്പിക്കണം നമ്മള്? ഇക്ഷ. എന്നിട്ട് എന്ത് ചെയ്യണം? അനുസ്വാരം ഇടണം. ഓക്കെ, അപ്പൊ മേലെ കണ്ട ഉക്ഷം എന്നിട്ടിട്ട് അതേപോലെ താഴെ എടുത്ത് എഴുതിയേ. അവിടെ ഉണ്ട്, ക്ഷം. ഫാത്തിമ, ഫാത്തിമ ഗെയിം എഴുതുന്നുണ്ടോ? ഓ യെസ്. കോളത്തിൽ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ താഴെ പൂരിപ്പിക്കാന്ന് എഴുതിട്ട് എഴുതിട്ട് ഡാഷ് ഇട്ടിട്ട് കണ്ടോ? കുത്തിട്ട് കണ്ടോ? അവിടെ എന്ത് എഴുതണം? ഇക്ഷ എഴുതണം, ഷം എഴുതണം. ശരിയോ? ഓക്കെ, നെക്സ്റ്റ് എന്താ? പക്ഷി. അപ്പൊ ഇക്ഷ എഴുതിട്ട് വള്ളി ഇടണം. പക്ഷി, പക്ഷി. എവിടെ ഉണ്ട്? മനസ്സിലായോ? രണ്ടാമത്തെ പക്ഷി, മൂന്നാമത്തെ ഏതാ? ക്ഷമ, നാലാമത്തെ ഭക്ഷണം. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ള അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണ്ട, ആ ഡേഷിലെടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഏത്? അപ്പൊ ലാസ്റ്റ് ഏതാ? ഭക്ഷ. നം അവിടെ ഉണ്ട്. ഭക്ഷാന്ന് മാത്രം എഴുതുക, നം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. കണ്ടോ മക്കളെ? എഴുതിയോ? എഴുതി കഴിഞ്ഞോ റിച്ചാർഡേ? അൻവിത ഫിനിഷ്? ഓക്കെ, ഗുഡ്. അപ്പോ ക്ഷമ, ക്ഷ എഴുതിട്ട് മാ എഴുതണം. പിന്നെ ഭക്ഷ. ഓക്കെ, ഭക്ഷണം, ഭക്ഷണം ഇല്ല, ഭക്ഷാന്ന് എഴുതണം. ബാക്കി എവിടെയുണ്ട്? അപ്പൊ അതിന്റെ താഴെ എന്താ? അതെല്ലാവർക്കും ഫിനിഷായോ? മുക്താസിം എഴുതിയോ? ഇഷാദ്, അനാമിക എഴുതിയോ? അനാമിക പിരാജ്, അനാമിക എഴുതുന്നില്ലേ? ഓക്കെ, എഴുതുന്നുണ്ടോ? ഓക്കെ, ദേവർഷ, ദീക്ഷിത്,
എഴുതിയോ എല്ലാവരും? അമൃത എഴുതിയോ? ജൽവ ഫാത്തിമ, അദീന എഴുതിയോ? അദീന. അപ്പൊ എന്തൊക്കെ? അനുഗ്രഹം എഴുതി അല്ലേ? അനുഗ്രഹം എഴുതി. ഓക്കെ. അയാൻ വിജേഷ് എഴുതുന്നുണ്ടോ മോൻ? ഓക്കെ. നീലാഞ്ജന എഴുതിയ മോളെ? അഫ്രാസ് ഓക്കെ. എഴുതണേ കേട്ടോ എല്ലാവരും. ഇത് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യേ. ജോവിനും ജോയിലും എഴുതി എന്നാണ് തോന്നുന്നത് അല്ലേ? എഴുതി. ഓക്കെ. ആസിയത്ത് സഫ, ആസിയത്ത്, അസ്ലഹ എഴുതിയോ മോളെ? അസ്ലഹ ഫോൺ ശരിയായോ? എഴുതി കേട്ടോ അത്. ദേവാങ്ക് എഴുതിയോ? ദേവാങ്കേ. അമാൻ മാധവ്, നൈല ഷക്കീർ എഴുതിയോ? നിവേദ്യ വിനോദ്, റസീൻ എഴുതിയോ മോനെ? അഫ്രാസ് എഴുതിയോ? അഫ്രാസേ. ദേവാനന്ദ് എഴുതിയോ മോനെ? ആരവ് എഴുതിയോ? GROS എഴുതി. ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും എഴുതാതുണ്ടോ? സേറ എഴുതിയോ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? വൃക്ഷം, പക്ഷി. ഓക്കെ. എഴുതുന്നുണ്ട് എല്ലാരും. പക്ഷി, ക്ഷമ, ഭക്ഷണം. പിന്നെ താഴെ എഴുതുക അതേപോലെ. വൃ അവിടെയുണ്ട്, ക്ഷം എഴുതുക. നെക്സ്റ്റ് പാ അവിടെയുണ്ട്, ക്ഷി എഴുതുക. നെക്സ്റ്റ് മാ അവിടെയുണ്ട്, അപ്പൊ ക്ഷമ എന്നുള്ള ക്ഷ എഴുതുക. നെക്സ്റ്റ് താഴെ ഭക്ഷണം എന്നുള്ള നം അവിടെയുണ്ട്, അപ്പൊ ഭക്ഷാന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കഴിഞ്ഞു. അടുത്ത കഴിഞ്ഞ വായിക്കാം എന്നാണ് അല്ലെ? വായിക്കാം അല്ലേ? എന്താ വായിക്കണ്ടേ? വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. എന്താ ഉള്ളത്? പക്ഷിക്കൂട് ഉണ്ടല്ലേ? വൃക്ഷക്കൊമ്പിൽ എന്താ ഉള്ളത്? പക്ഷിക്കൂട്. കാണുന്നില്ലേ മക്കളെ? നിങ്ങള് കൂട് കാണുന്നില്ലേ? കാണുന്നുണ്ടോ അസ്ലഹ? ഓക്കെ. അപ്പൊ വൃക്ഷക്കൊമ്പിൽ എന്തുണ്ട്? പക്ഷിക്കൂട്. അപ്പൊ വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ പാഠത്തിൽ, ഈ പേജില്? വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം, വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. അല്ലേ മുഴുവൻ? ഓക്കെ. എങ്ങനെ എഴുതുന്നു വായിക്കാനും പഠിച്ചു അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? കാട് പാടാൻ പഠിച്ചിനോ എല്ലാരും? കാട് എന്ന ആ പാട്ട് പാടാൻ പഠിച്ചോ എല്ലാരും? വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ വീട്ടിന്ന്? അപ്പൊ എന്താണ്? അരയാലുണ്ടൊരു പേരാലുണ്ട്, നാനാജാതി മരങ്ങളുമുണ്ട്, കളകളമൊഴുകുന്നരുവികളുണ്ട്, പാറി നടക്കും ുമുണ്ട്, ഓടിച്ചാടും മാനുകളുണ്ട്, ഈറിപ്പായും പുലിയതുമുണ്ട്, ജഡതൂക്കും മൃഗരാജനുമുണ്ടേ, കാണാം ദൂരെ കാടിതു വീട്. അല്ലേ? കാണാം ദൂരെ കാടിതു വീട്. മനസ്സിലായോ വായിക്കാൻ എല്ലാവർക്കും? പിന്നെ നമ്മൾ വായിച്ചത് വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം. എന്താ? വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. കണ്ടോ നിങ്ങള് പക്ഷിക്കൂട്? എന്താ പക്ഷിക്കൂട് പറയാ? കേൾക്കുന്നില്ല. ഹാദിയക്കാണോ? കേൾക്കുന്നില്ല ഹാദിയ? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ മനസ്സിലായോ അത് വായിക്കാൻ എല്ലാവർക്കും?
Yes. ഓക്കെ, അടുത്ത പേജ് ഒന്ന് വായിക്കട്ടെ. അപ്പൊ അടുത്ത പേജ് എത്രയാ? 24. പേജ് നമ്പർ 24 അല്ലെ? 24. ഓക്കെ, അതിലെന്താ കാണിക്കുന്നത്? നിങ്ങൾ കണ്ടോ പിക്ചറ്? ആരാ ഉള്ളത് അതില്? Simham. സിംഹം. ഓക്കെ, സിംഹം അല്ലേ? സിംഹം. പിന്നെന്താ ഉള്ളത്? ആ, സിംഹം കാട്ടിലെ രാജാവാണ്. അതിന് മുമ്പേ എന്താ ഉള്ളത്? നമുക്ക് പൂരിപ്പിക്കാനുണ്ട് അല്ലേ? കണ്ടോ നിങ്ങള്? അപ്പൊ വായിക്കാം എഴുതാം എന്നുള്ളതില് സിംഹം, അവിടെ എന്താണ് കുറെ അക്ഷരങ്ങൾ? ദാഹം. അപ്പൊ ഹായാണ് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ തൊട്ട് മുമ്പിലത്തെ പേജില് ാണ് പഠിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ പഠിക്കുന്നത്? ഹ. ഹ അറിയില്ലേ? യാ രാ ലാ വാ ശാ ഷ സ ഹ. ആ ഹായാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സിംഹം, ദാഹം, ദേഹം, മോഹം. കണ്ടോ മക്കളെ നിങ്ങള്? സിംഹം, ദാഹം, ദേഹം, മോഹം. കണ്ടോ നിങ്ങള്? അപ്പൊ അതിന്റെ താഴെ എന്ത് എഴുതണം? കാണുന്നുണ്ടോ? ടെക്സ്റ്റ് നോക്കിയേ എല്ലാവരും. അപ്പോ സിം ഉണ്ട് അവിടെ. ആ കുത്തിന്റെ അടുത്ത് എന്താ ചേർക്കേണ്ടത്? സിം ഡേഷ്. എന്താ ചേർക്കേണ്ടത്? പറഞ്ഞേ. ഹം. ഓക്കെ, ഹം. ആ ഹം അവിടെ എഴുതിയേ. ഹം. അപ്പോ സിംഹം എന്ന് വായിക്കാം. ബിയോണ എഴുതുന്നുണ്ടോ? ബിയോണ? ഓക്കെ. അദീന എഴുതിയേ. അപ്പോ സിംഹം, സിംഹം. സിംഹം കഴിഞ്ഞോ? Yes. നെക്സ്റ്റ് ഏതാ? ദാഹം. അവിടെ എഴുതിയേ ഹം. ദാഹം. ഹ എഴുതിയിട്ട് ആൻസർ ഇവിടെ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ദേഹം. അപ്പൊ എന്ത് എഴുതണം അവിടെ? എന്താ വരുവാ ഡേഷിന്റെ അടുത്ത്? ദേഹം. ഓക്കെ, ഹം. ദേഹം. ദേഹം, ദേഹം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ? മോഹം. 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 ഹം എന്ന് എഴുതണം അല്ലേ? എന്തേ ഷക്ബറ? എഴുതി കഴിഞ്ഞു എല്ലാം? ഓക്കെ, ഗുഡ്. അപ്പൊ താഴത്തെ കുളത്തിൽ എന്ത് എഴുതണം? സിംഹം. എന്താണ് ഡൗട്ട് ഹാദിയ? ആ, കോളത്തിലും അത് തന്നെ എഴുതണം. എന്ത് എഴുതണം? അതിന് നേരെ സിംഹത്തിന് താഴെ സിംഹം എഴുതണം. നെക്സ്റ്റില് ദാഹം എഴുതണം. നെക്സ്റ്റ് വൺ എന്താ? ദേഹം. നെക്സ്റ്റ് ലാസ്റ്റത്തെ കുളത്തില് മോഹം. എടുത്ത് എഴുതിയ എല്ലാവരും? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ അത് എല്ലാവരും എഴുതും. ജിയാ റോസ് എഴുതിയോ മോളെ? ഓക്കെ, അദീന എഴുതി. ഓക്കെ, സിംഹത്തിന്റെ പിക്ചർ കാണിക്കുന്നുണ്ടല്ലോ മിസ്സിനെ. അൻവിത എഴുതി. റിച്ചാർഡ് എഴുതി. ഓക്കെ, ഓക്കെ, എല്ലാ മക്കളും എഴുതിയോ? അഫ്രാസ് എഴുതിയോ മോനെ? റസീൻ എഴുതിയോ മോനെ? അറിയാതെ അഫ്രാസ് എന്ന് വിളിക്കുന്ന റസീനെ കേട്ടോ. റസീന്റെ ഏട്ടന്റെ പേര് വിളിച്ചു പോന്നെയാ. ഓക്കെ, അപ്പോ സിംഹം, ദാഹം, ദേഹം, മോഹം എഴുതി. ഓക്കെ, ഫിനിഷ്. അപ്പോ താഴെ എന്താ? അതിന്റെ താഴെ എന്താ ശ്രദ്ധിച്ചേ?
സിംഹം കാട്ടിലെ രാജാവ്. വായിക്കാൻ നോക്ക്, കിട്ടുന്നുണ്ടോ നോക്കിയേ. നിങ്ങൾ ചിഹ്നങ്ങളൊക്കെ പഠിച്ചല്ലേ. അപ്പൊ എന്താണ്? സിംഹം കാട്ടിലെ രാജാവ്. അപ്പൊ സിംഹം കാട്ടിലെ രാജാവ് അല്ലേ. നെക്സ്റ്റ് താഴെ എന്താ ഉള്ളത്? ചൊല്ലാം രസിക്കാം എന്നുണ്ട് അല്ലെ. എന്താ ഉള്ളത്? നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ. മുണ്ടാത്തേ എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മിണ്ടാത്തേ. മുണ്ടാത്തേ എന്നുള്ളത്. കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. പാടി പഠിക്കണേ മക്കളെ. എന്തൊക്കെയാ എന്നാ പാടണ്ടേ? നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ. കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. പാടി നോക്കിയ എല്ലാവരും. കിട്ടുന്നുണ്ടോ? ഓക്കെ. പിന്നെയാണ് മിസ് പറഞ്ഞ അക്ഷരമാലയൊക്കെ ഉണ്ട് നമുക്കിതില്. കണ്ടോ ഷഹബറ? ആ ഈ ഉണ്ട്, സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, പിന്നെ ഇതുണ്ട് ചില്ലക്ഷരങ്ങളുണ്ട്, നെക്സ്റ്റ് കൂട്ടക്ഷരങ്ങളും ഉണ്ട് അല്ലെ. അടുത്ത പേജ് കണ്ടോ നിങ്ങള്? 25. അതിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ എഴുതി എഴുതി പഠിക്കാട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കണേ കിട്ടുന്നുണ്ടോന്ന് കേട്ടോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഉണ്ട് അല്ലെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്നുകൂടി എഴുതാം അല്ലെ. സ്ലേറ്റും ഇതും എടുത്ത് വെച്ച് നമുക്ക് എഴുതി എഴുതി പഠിക്കാം അല്ലേ. ഓക്കെ. അപ്പൊ ഈ പാട്ടെന്താ? നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ. കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ അല്ലേ. അപ്പൊ നമ്മള് പാഠം 6 കാട് ആണ് പഠിച്ചത്. എന്ത്? അരയാലുണ്ടൊരു പേരാലുണ്ട് നാനാജാതി മരങ്ങളുമുണ്ട് കളകളമൊഴുകുന്നരുവികളുണ്ട് പാറി നടക്കും കിളികളുമുണ്ട് ഓടിച്ചാടും മാനുകളുണ്ട് ചീറിപ്പായും പുലിയതുമുണ്ട് ജടതൂക്കും മൃഗരാജനുമുണ്ട് കാണാം ദൂരെ കാടിതു വീട്. നെക്സ്റ്റ് പേജില് വൃക്ഷം വൃക്ഷം പക്ഷി ക്ഷമ ഭക്ഷണം. വൃക്ഷം പക്ഷി ക്ഷമ ഭക്ഷണം അല്ലേ. പിന്നെന്ത് പഠിച്ചു? വൃക്ഷക്കൊമ്പിൽ പക്ഷിക്കൂട്. നെക്സ്റ്റ് പേജ് എന്താ? സിംഹം സിംഹം ദാഹം ദേഹം മോഹം. സിംഹം കാട്ടിലെ രാജാവ്. നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മിണ്ടാത്തേ. കാറും മഴയും പോയല്ലോ കാടുകളൊക്കെ പൂത്തല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് നല്ല പോലെ വായിക്കണേ മക്കളെ. ഓക്കെ. നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ എല്ലാവരെയും കൊണ്ട് നമുക്ക് അടുത്ത ദിവസം വായിപ്പിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരോടും ബായ്. സമയം കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇന്ന് വായിക്കണേ. ഇത് ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിക്കണേ. ഓക്കെ. വായിച്ചു നോക്കണേ. ഒറ്റയ്ക്ക് വായിച്ചു നോക്കണം എല്ലാവരും. ഓക്കെ. ബായ് ബൈ. സി യു. ഓക്കെ. ബൈ. ഓക്കെ. ഉമ്മ വാരി എറിയുന്നുണ്ട് ഇവിടെ. ബൈ ബൈ. ഓക്കെ.